നേപ്പാളിലെ ഒരു പ്രദേശമായ ലുംബിനിയിലാണ് സിദ്ധാർത്ഥ ഗൗതമൻ ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് ശുദ്ധോധന രാജാവ് ശാക്യ വംശത്തിന്റെ ഭരണാധികാരിയായിരുന്നു. അമ്മ രാജ്ഞി മായയായിരുന്നു. ഐതിഹ്യം പറയുന്നത് സിദ്ധാർത്ഥന്റെ ജനനത്തിനു മുമ്പ് രാജ്ഞി മായ ഒരു വെളുത്ത ആന തന്റെ ഗർഭപാത്രത്തിൽ പ്രവേശിക്കുന്നത് സ്വപ്നം കണ്ടിരുന്നുവെന്നാണ്. ജനിക്കുന്ന കുട്ടി വളരെ പ്രത്യേകത ഉള്ളതായിരിക്കുമെന്നതിന്റെ സൂചനയായി അത് വ്യാഖ്യാനിക്കപ്പെടുന്നു. സിദ്ധാർത്ഥൻ ജനിച്ചപ്പോൾ അവന്റെ ഭാവി പ്രവചിക്കാൻ ജ്ഞാനികളായ ജ്യോതിഷികളെ കൊട്ടാരത്തിൽ ക്ഷണിച്ചു. അതിൽ അസിത് മുനി എന്ന സന്യാസി ഒന്നുകിൽ ഇവൻ ലോകത്തെ ഭരിക്കുന്ന ഒരു മഹാനായ രാജാവാകും, അല്ലെങ്കിൽ ലോകത്തെ രക്ഷിക്കുന്ന ഒരു ആത്മീയ നേതാവായി മാറുമെന്നും പ്രവചിച്ചു. സിദ്ധാർത്ഥൻ ഒരു ശക്തനായ രാജാവാകണമെന്നാണ് ശുദ്ധോധന രാജാവ് ആഗ്രഹിച്ചത്. അതിനാൽ ജീവിതത്തിന്റെ പ്രയാസങ്ങളിൽ നിന്ന് അവനെ അഭയം പ്രാപിച്ചു. കൂടാതെ കൊട്ടാരത്തിൽ ഗുരുക്കന്മാരെ ക്ഷണിച്ച് വിദ്യ അഭ്യസിപ്പിക്കുകയും ചെയ്തു. അവൻ വളർന്നത് വലിയ ആഡംബരത്തിലാണ്. അവന്റെ പിതാവ് അവനു വേണ്ടി വലിയ കൊട്ടാരങ്ങൾ പണിതു. സുഖവും സന്തോഷവും കൊണ്ട് അവനെ വലയം ചെയ്തു. അസുഖമോ വാർദ്ധക്യമോ മരണമോ കണ്ടിട്ടില്ലാത്ത രാജകുമാരൻ. എല്ലാത്തിലും നിന്നും അവൻ സംരക്ഷിക്കപ്പെട്ടു. അവന്റെ ജീവിതം സന്തോഷം നിറഞ്ഞതായിരുന്നു. അവൻ യശോധര എന്ന സുന്ദരിയായ രാജകുമാരിയെ വിവാഹം കഴിച്ചു. ഇരുവർക്കും രാഹുലൻ എന്നൊരു പുത്രനുണ്ടായി. സിദ്ധാർത്ഥിന് വേണ്ടതെല്ലാം ഉണ്ടായിരുന്നിട്ടും പലപ്പോഴും അവന് ഒരു ശൂന്യത അനുഭവപ്പെടാൻ തുടങ്ങി. സമ്പത്തിനും ആനന്ദത്തിനും അപ്പുറം ജീവിതത്തിൽ മറ്റെന്തോ ഉണ്ടെന്ന് അവന്റെ ഉള്ളിലെ എന്തോ ഒന്ന് അവനോട് പറഞ്ഞു. സിദ്ധാർത്ഥിന് 29 വയസ്സുള്ളപ്പോൾ കൊട്ടാരത്തിന്റെ മതിലുകൾക്കപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ചറിയാൻ അവന് ജിജ്ഞാസ തോന്നി. കൊട്ടാരത്തിന് പുറത്തേക്ക് പോകാനുള്ള ആഗ്രഹം അവൻ തന്റെ സാരഥിയെ ബോധ്യപ്പെടുത്തി. ഈ യാത്രക്കിടെയാണ് സിദ്ധാർത്ഥൻ തന്റെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിച്ച 4 കാഴ്ചകൾ കണ്ടത്. പ്രായത്താൽ കുനിഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യൻ പ്രയാസത്തോടെ നടക്കുന്നത് സിദ്ധാർത്ഥൻ കണ്ടു. അവൻ തന്റെ സാരഥിയോട് അതിനെപ്പറ്റി ചോദിച്ചു. നമുക്കെല്ലാവർക്കും ഇതുപോലെ പ്രായമാകും, സാരഥി മറുപടി പറഞ്ഞു. എല്ലാവർക്കും വയസ്സാകുമെന്ന് അവൻ ആദ്യമായി മനസ്സിലാക്കി. അടുത്തതായി വേദനിക്കുന്നൊരു രോഗിയെ അവൻ കണ്ടു. സാരഥി പറഞ്ഞു, ജീവിതത്തിൽ ആർക്കും രോഗങ്ങൾ വരാം, രോഗം ജീവിതത്തിന്റെ ഭാഗമാണെന്ന് അവൻ മനസ്സിലാക്കി. ഒരു ശവസംസ്കാര ഘോഷയാത്ര അവൻ കാണാനിടയായി. എല്ലാ ജീവജാലങ്ങൾക്കും മരണമുണ്ടാകുമെന്ന് അവൻ മനസ്സിലാക്കി. ഇത്രയും വേദനയുണ്ടാക്കുന്ന കാഴ്ചകൾക്കിടയിൽ ശാന്തനും സംതൃപ്തനുമായ ഒരു സന്യാസിയെ സിദ്ധാർത്ഥൻ കണ്ടു. അവൻ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ ഇത്രത്തോളം ശാന്തവും സമാധാനവുമായി ഇരിക്കുന്നതിൻ്റെ കാരണമെന്താണ്? ഞാൻ ലൗകിക സുഖങ്ങൾ ഉപേക്ഷിച്ച് സത്യവും ജ്ഞാനവും തേടി വന്നതാണ്. എല്ലാം ഉപേക്ഷിച്ച് വന്നവനാണ് ഞാൻ. എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, അതിനാൽ ഞാൻ സന്തോഷവാനാണ്. സിദ്ധാർത്ഥൻ ചോദിച്ചു, അപ്പോൾ സത്യവും ജ്ഞാനവും അറിയുന്നത് എങ്ങനെയാണ്? അദ്ദേഹം പറഞ്ഞു, ധ്യാനത്തിലൂടെ നമുക്കറിയാൻ സാധിക്കും. അന്നു രാത്രി സിദ്ധാർത്ഥിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ആ കാഴ്ചകൾ സിദ്ധാർത്ഥിനെ വല്ലാതെ വിഷമിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു. സമ്പത്തിനും ആഡംബരത്തിനും ആരെയും വാർദ്ധക്യം, രോഗം, മരണം എന്നിവയിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയില്ലെന്ന് അവൻ മനസ്സിലാക്കി. ജീവിതത്തെക്കുറിച്ചുള്ള സത്യവും കഷ്ടപ്പാടുകൾ അവസാനിപ്പിക്കാനുള്ള വഴിയും കണ്ടെത്തണമെന്ന് അവൻ തീരുമാനിച്ചു. അന്നു രാത്രി തന്നെ സിദ്ധാർത്ഥൻ കൊട്ടാരം വിടാൻ തീരുമാനിച്ചു. ഭാര്യയെയും മകനെയും ചുംബിച്ചുകൊണ്ട് അവൻ ശാന്തമായി കൊട്ടാരം വിട്ടു. പ്രബുദ്ധതയും കഷ്ടപ്പാടുകളെക്കുറിച്ചുമുള്ള സത്യവും അന്വേഷിക്കാൻ അവൻ തന്റെ രാജകീയ ജീവിതവും സമ്പത്തും കുടുംബവും ഉപേക്ഷിച്ചു. തനിക്കു വഴികാട്ടുന്ന അധ്യാപകരെ തേടി സിദ്ധാർത്ഥൻ വനങ്ങളിലും ഗ്രാമങ്ങളിലും അലഞ്ഞു. അദ്ദേഹം ധ്യാനം പഠിക്കുകയും ആത്മനിയന്ത്രണം പരിശീലിക്കുകയും ചെയ്തു. ആത്മീയ ഉണർവ് നേടാനുള്ള ശ്രമത്തിൽ സ്വയം പട്ടിണി കിടന്നു. ദീർഘനേരം ശ്വാസമടക്കി പിടിച്ചു. കാട്ടിൽ നിന്നുള്ള ഇലകളും വേരുകളും മാത്രമായിരുന്നു ഭക്ഷണം. തൽഫലമായി അദ്ദേഹത്തിന്റെ ശരീരം അസ്ഥികൂടമായി തീർന്നു. അദ്ദേഹത്തിന്റെ വാരിയലുകൾ കാണാമായിരുന്നു. അദ്ദേഹത്തിന്റെ വയറ് ചുരുങ്ങി. നടക്കാൻ പോലും കഴിയാത്ത വിധം ദുർബലനായി. ഇത്രയും കഷ്ടപ്പെട്ടിട്ടും അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിച്ചില്ല. 6 വർഷക്കാലം ശാരീരികമായി വലിയ കഷ്ടപ്പാടുകൾ സഹിച്ച് ഒരു സന്യാസിയായി ജീവിച്ചു. പക്ഷേ അദ്ദേഹം അന്വേഷിച്ച ഉത്തരങ്ങൾ കണ്ടെത്തിയില്ല. ഒടുവിൽ തീവ്രമായ ആചാരങ്ങൾ പ്രബുദ്ധതയിലേക്കുള്ള വഴിയല്ലെന്ന് സിദ്ധാർത്ഥൻ മനസ്സിലാക്കി. പട്ടിണി തനിക്ക് വേദനയും കഷ്ടപ്പാടും മാത്രമേ നൽകുള്ളൂ എന്നും ഒരിക്കലും ജ്ഞാനം നൽകില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അപ്പോഴാണ് സുജാത എന്നൊരു ഗ്രാമീണ സ്ത്രീ അദ്ദേഹത്തെ കണ്ടത്. അവർ സിദ്ധാർത്ഥിന് ഭക്ഷണം നൽകി. ആദ്യം സിദ്ധാർത്ഥൻ മടിച്ചു. പക്ഷേ അതിൽ നിന്നും കുറച്ച് ഭക്ഷണം കഴിച്ചപ്പോൾ ശരീരത്തിലേക്ക് ഊഷ്മളതയും ഊർജവും തിരികെ വരുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. ഈ നിമിഷത്തിൽ സിദ്ധാർത്ഥിന് ഒരു വലിയ തിരിച്ചറിവുണ്ടായി. ദുർബലമായ ശരീരം ദുർബലമായ മനസ്സിനെ സൃഷ്ടിക്കുന്നു. ബോധോദയത്തിന് ആരോഗ്യകരമായ മനസ്സാവശ്യമാണ്. ഒരു ദിവസം സിദ്ധാർത്ഥൻ ഇന്ത്യയിലെ ബോധ് ഗയയിലെ ഒരു ബോധിവൃക്ഷത്തിന്റെ കീഴിലിരുന്നു. സത്യം കണ്ടെത്തുന്നതുവരെ എഴുന്നേൽക്കില്ലെന്ന് പ്രതിജ്ഞയെടുത്തു. പ്രലോഭനങ്ങളും വ്യതിചലനങ്ങളും നേരിട്ടുകൊണ്ട് അദ്ദേഹം ദിവസങ്ങളോളം ധ്യാനിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയം ഒരിക്കലും കുലുങ്ങിയില്ല. 49 ദിവസങ്ങൾക്കു ശേഷം അത് സംഭവിച്ചു. തന്റെ 35-ാം വയസ്സിൽ സിദ്ധാർത്ഥൻ ജ്ഞാനോദയം നേടുകയും ഉണർന്നവൻ എന്നർത്ഥം വരുന്ന ബുദ്ധനായി തീരുകയും ചെയ്തു. അങ്ങനെ സിദ്ധാർത്ഥൻ ഗൗതമ ബുദ്ധനായി മാറി.
തൻ്റെ പ്രബുദ്ധതയ്ക്ക് ശേഷം താൻ കണ്ടെത്തിയ കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ബുദ്ധൻ ഇന്ത്യയിലുടനീളം സഞ്ചരിച്ചു. അദ്ദേഹം 4 ഉത്തമ സത്യങ്ങൾ പങ്കിട്ടു. ദുഃഖ, വേദന, വാർദ്ധക്യം, വൈകാരിക പോരാട്ടങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണ് എല്ലാവരുടെയും ജീവിതം. സമുദയ, ദുഃഖകാരണം, കഷ്ടതയുടെ മൂലകാരണം ആഗ്രഹം, ആസക്തി എന്നിവയാണ്. നിരോധ, സഹനത്തിൻ്റെ അവസാനം, ആസക്തിയും ആഗ്രഹങ്ങളും ഉപേക്ഷിക്കുന്നതിലൂടെ കഷ്ടപ്പാടുകൾ അവസാനിക്കും. മഗ്ഗ, ദുരിതങ്ങളുടെ അവസാനത്തിലേക്കുള്ള പാത. അഷ്ടപാത മനസ്സിലാക്കുന്നത് പ്രബുദ്ധതയിലേക്കും കഷ്ടപ്പാടുകളിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യത്തിലേക്കും നയിക്കുന്നു. ആ 8 വഴികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശരിയായ വീക്ഷണം, ശരിയായ ഉദ്ദേശം, ശരിയായ സംസാരം, ശരിയായ പ്രവർത്തനം, ശരിയായ ഉപജീവനമാർഗം, ശരിയായ പരിശ്രമം, ശരിയായ മനസ്സ്, ശരിയായ ഏകാഗ്രത. ധ്യാനത്തിലൂടെ നമുക്കിതെല്ലാം സാധ്യമാക്കാം. കാലക്രമേണ ബുദ്ധന്റെ കുടുംബം അദ്ദേഹത്തിന്റെ പാത മനസ്സിലാക്കി. അദ്ദേഹത്തിന്റെ ഭാര്യ യശോധരയും മകൻ രാഹുലനും ബുദ്ധമതത്തിൽ ചേർന്ന് അദ്ദേഹത്തിന്റെ അനുയായികളായി. അദ്ദേഹത്തിന്റെ പിതാവായ ശുദ്ധോധനൻ പോലും മരണത്തിനു മുമ്പ് ബുദ്ധന്റെ ഉപദേശങ്ങൾ തേടി. അദ്ദേഹം 45 വർഷത്തോളം ഉപദേശങ്ങൾ തുടർന്നു. സമാധാനത്തിന്റെയും പ്രബുദ്ധതയുടെയും സന്ദേശം പ്രചരിപ്പിച്ചു. സന്യാസിമാരും സ്ത്രീകളും സാധാരണക്കാരും ഉൾപ്പെടെ നിരവധി അനുയായികളെ അദ്ദേഹം ശേഖരിച്ചു. തന്റെ 80-ാം വയസ്സിൽ ബുദ്ധൻ ഇന്ത്യയിലെ കുശിനഗറിൽ സാൽ മരങ്ങളുടെ ചുവട്ടിൽ കിടന്ന് സമാധാനത്തോടെ അന്ത്യശ്വാസം വലിച്ചു. മരണശേഷം അദ്ദേഹം നൽകിയ അറിവുകൾ ലോകമെമ്പാടും വ്യാപിച്ചു. ഇന്ന് ദശലക്ഷക്കണക്കിന് ആളുകൾ ബുദ്ധമതം പിന്തുടരുന്നു. അദ്ദേഹത്തിന്റെ ജ്ഞാനത്തിലൂടെ സമാധാനവും പ്രബുദ്ധതയും തേടുന്നു. അദ്ദേഹത്തിന്റെ ജീവിതകഥ അനുകമ്പയുടെയും സത്യാന്വേഷണത്തിന്റെയും ആന്തരിക സമാധാനത്തിന്റെ ശക്തിയുടെയും ഓർമ്മപ്പെടുത്തലാണ്. പ്രബുദ്ധത കണ്ടെത്താനും കഷ്ടപ്പാടുകളെ എങ്ങനെ മറികടക്കാമെന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കാനും എല്ലാം ഉപേക്ഷിച്ച ബുദ്ധന്റെ പ്രചോദനാത്മകമായ യാത്രയാണിത്.